ചരിത്രം ഭീതിതമായ രീതിയിൽ ആവർത്തിക്കുകയാണ്. 2 പതിറ്റാണ്ട് മുമ്പ് ഇറാഖിനെ തകർക്കാൻ അമേരിക്ക ഉപയോഗിച്ച അതേ നുണകളുടെ തിരക്കഥ തന്നെയാണ് ഇപ്പോൾ ഇറാനെതിരെയും അമേരിക്ക പുറത്തെടുക്കുന്നത്. അന്ന് സദ്ദാം ഹുസൈന്റെ പക്കൽ കൂട്ടനാശകാരികളായ ആയുധങ്ങളുണ്ടെന്ന് ലോകത്തെ വിശ്വസിപ്പിച്ച് അധിനിവേശം നടത്തിയ അമേരിക്കയ്ക്ക് പിന്നീട് അത് തെറ്റാണെന്ന് സമ്മതിക്കേണ്ടി വന്നു. ഇന്ന് ഇറാനെതിരെയും അമേരിക്ക സമാനമായ തിരക്കഥകൾ തന്നെയാണ് ഒരുക്കുന്നത്. ഇറാനെ ആക്രമിച്ചതിന് ട്രംപ് പറയുന്ന പ്രധാനപ്പെട്ട ന്യായീകരണങ്ങളിലൊന്ന് ഇറാന്റെ മിസൈലുകൾ ഉടൻ തന്നെ അമേരിക്കൻ മണ്ണിലെത്തുകയും അത് അമേരിക്കയെ തകർക്കുകയും ചെയ്യുമെന്നാണ്. അത് തടയാനാണ് ഇപ്പോൾ ഈ ആക്രമണമെന്നാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യവെയാണ് ഇറാനെതിരായുള്ള സൈനിക നീക്കത്തിനുള്ള ന്യായീകരണമായി ട്രംപ് ഇത് പറഞ്ഞത്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഇതിനെ പിന്തുണച്ചിരുന്നു. എന്നാൽ ഈ വാദങ്ങൾ വെറും രാഷ്ട്രീയ നാടകമാണെന്ന് തെളിയുകയാണ്. കാരണം സ്വന്തം രഹസ്യാന്വേഷണ ഏജൻസികൾ പോലും ട്രംപിന്റെ ഈ വാദത്തെ അംഗീകരിക്കുന്നില്ല. US ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി തന്നെ വ്യക്തമാക്കുന്നത് 2035 മുമ്പ് അമേരിക്കയെ തൊടാൻ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര മിസൈലുകൾ നിർമ്മിക്കാൻ ഇറാനു കഴിയില്ലെന്നാണ്. ചൈനയുടെയോ ഉത്തര കൊറിയയുടെയോ സാങ്കേതിക സഹായം ലഭിച്ചാൽ പോലും ഇത്തരമൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇറാന് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ് തന്നെ വേണ്ടിവരും. തങ്ങൾ ഒരു ആഗോള ഭീഷണിയാകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും മിസൈലുകളുടെ പരിധി മനഃപൂർവ്വം 2000 കിലോമീറ്റർ താഴെയായി നിജപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് ഇറാൻ ആവർത്തിക്കുന്നത്. സ്വയം പ്രതിരോധത്തിന് മാത്രമാണ് തങ്ങളുടെ ആയുധങ്ങളെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗാച്ചി വ്യക്തമാക്കുമ്പോഴും അമേരിക്ക ഈ വസ്തുതകളെ ബോധപൂർവം അവഗണിക്കുകയാണ്. ആണവായുധങ്ങളുടെ പേര് പറഞ്ഞ് ഇറാഖിനെ തകർത്തതുപോലെ ഇറാന്റെ ആണവ പരിപാടിയെയും യുദ്ധത്തിനുള്ള കാരണമായി ഉയർത്തിക്കാട്ടാനാണ് ഇസ്രായേലും അമേരിക്കയും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആയുധ നിർമ്മാണമല്ല, ഊർജാവശ്യത്തിനുള്ള സമാധാനപരമായ ആണവ പരീക്ഷണങ്ങളാണ് നടത്തുന്നതെന്ന് ഇറാൻ ആവർത്തിക്കുമ്പോഴും പടിഞ്ഞാറൻ ശക്തികൾ അതിനെ ഒരു ആയുധമാക്കി മാറ്റുകയാണ്.